സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് ഒരുപാട് ലോങ്ങുള്ള സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കും. ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അടുത്ത ഭാഗം ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ട് വീണ്ടും സ്ക്രീൻഷോട്ട് എടുക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണ് ആൻഡ്രോയിഡ് 12 ശേഷമുള്ള ഏകദേശം 2020-21 ശേഷം നിങ്ങൾ വാങ്ങിച്ച മൊബൈൽ ഫോൺ ആണെങ്കിൽ ഒട്ടുമിക്ക മൊബൈൽ ഫോണിലും ആ ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ വലിയ സ്ക്രീൻഷോട്ടാണ്. ഇതുപോലെ ഇത്രയും വലിയ സ്ക്രീൻഷോട്ട് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ ചെറുതായിരിക്കും ഉണ്ടാകുക. ഇതുപോലെ വലിയൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ആർക്കും അയച്ചു കൊടുക്കാൻ സാധിക്കും. ഒരു ക്ലിയറിൻ്റെ കുറവും ഉണ്ടാകില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്നതിൻ്റെ വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ചെയ്യേണ്ടത്, സാധാരണ നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബിലൊക്കെ വന്നാൽ ഇതുപോലെ താഴോട്ടേക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ഓപ്ഷനിൽ മാത്രമേ ആ ഒരു ഓപ്ഷൻ നമുക്ക് സ്ക്രോളിൻ്റെ ഓപ്ഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. പല മൊബൈൽ ഫോണിലും പല രൂപത്തിലായിരിക്കും സെറ്റിങ്സ് ഉണ്ടാകുക. എന്നിരുന്നാലും ഒട്ടുമിക്ക മൊബൈൽ ഫോൺ ഉണ്ടാകുന്ന ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതുപോലെ നിങ്ങളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇത് നെക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രോൾ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഈ പെട്ടെന്ന് ആക്കണം, അതുകൊണ്ട് തന്നെ സ്ക്രോൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ താഴോട്ടേക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകും. ഇനി ചില മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഇതുപോലെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തിട്ട് എത്രയാണോ വേണ്ടത് അതുപോലെ നിങ്ങൾ എടുക്കണം. എന്നിട്ട് നിങ്ങൾ ഏകദേശം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, പ്രത്യേകിച്ച് വാട്സപ്പിലൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ എത്രയാണോ ആവശ്യമുള്ളത് അത്ര നിങ്ങൾ കവർ ചെയ്തതിന് ശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഈ ഡണ്ണ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതൊന്ന് പ്രോസസ്സിങ് ആയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇതുപോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. ഇനി ഇവിടെ തന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും. നിങ്ങൾ സേവ് കൊടുത്താൽ അത് ഗ്യാലറിയിൽ പോയി നോക്കുന്ന സമയത്ത് അത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത അത്രയും ലോങ് സ്ക്രീൻഷോട്ട് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ നിങ്ങൾ ഈ ഒരു ഹോം പേജിൽ വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുന്ന സമയത്ത് ഇതുപോലെ സ്ക്രോളിൻ്റെ ഓപ്ഷൻ മങ്ങിയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിനുള്ള കാരണം ഇത് താഴേക്കുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്ത സമയത്തും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ വന്നാൽ ചാറ്റിൻ്റെ ഏറ്റവും താഴെ വന്നിട്ട് നിങ്ങൾ അങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കുന്ന സമയത്ത് അത് അവിടെ ലഭിക്കുകയില്ല. ഇനി ചില മൊബൈൽ ഫോണിൽ ഇവിടെ വന്നാൽ സ്ക്രീൻഷോട്ടിൻ്റെ ഭാഗത്ത് കാണിക്കും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറയിൽ എടുത്തിട്ട് കാണിച്ചു തരാം. എൻ്റെ മൊബൈൽ ഫോണിലുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ഓണാക്കിയിട്ട് കാണിച്ചു തരാം. വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീൻഷോട്ട്, സൂപ്പർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കണ്ടില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രോളിംഗ് സ്ക്രീൻഷോട്ട് പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷന് ലഭ്യമാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.